ജെൻ റോബോട്ടിക്കിൻ്റെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തുകൊണ്ടുള്ള റോവറിൻ്റെ പ്രവർത്തനം അതിലൊരു പ്രതീക്ഷയോടുകൂടി നമ്മൾ കണ്ടു മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ കനാലിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മേഖലയിൽ 117 മീറ്ററാണ് ഇതിൻ്റെ നീളം. പക്ഷെ ഇതിൻ്റെ പ്രശ്നം ഓരോ സ്ഥലത്തും ഓരോ വിധത്തിലുള്ള വിഡ്ത്താണുള്ളത്. ഒരേ വിഡ്ത്തിലല്ല ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. 117 മീറ്റർ ദൂരവും ഒരേ വിഡ്ത്തിലല്ല ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ നിന്നാണ് തെരച്ചിൽ ആരംഭിച്ചതെങ്കിൽ ഒന്ന് ഓവറോൾ പരിശ്രമോധന നടത്തിയിട്ടുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പറകിൽ നിന്ന് 117 മീറ്ററിൻ്റെ ഏറ്റവും പറകിൽ നിന്ന് പുതിയ സ്കൂബി ടീമിനെ വെച്ചുകൊണ്ട് തിരിച്ചിങ്ങോട്ട് പരിശോധന നടത്താനുള്ള ഒരു പ്രത്യേകമായ തയ്യാറെടുപ്പിലാണ്. നിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്കൂബി ഡൈവേഴ്സ് ഉണ്ട്, NDRF ഉണ്ട്, അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. റെയിൽവേ, റവന്യൂ, കോർപ്പറേഷൻ തലത്തിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇറിഗേഷൻ വകുപ്പിൻ്റെ ബന്ധപ്പെട്ട ആളുകളുണ്ട്. എങ്കിലും ഇപ്പോൾ 2 സ്കൂബി ടീമിനെ കൂടി പുതുതായി വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്തെ സംഘം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പത്തനംതിട്ടയിലെ സംഘം ഏതാനും മിനിറ്റുകൾക്കകം തിരുവനന്തപുരത്ത് എത്തിച്ചേരും. അവരുപയോഗിച്ചുകൊണ്ട് ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ അതിൻ്റെ ബാക്ക് എൻട്രിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാവുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഈ 2 സ്കൂബി ടീമിനെ വെച്ചുകൊണ്ട് പുതിയതായിട്ട് നമ്മൾ ആലോചിക്കാൻ വേണ്ടി പോകുന്നത്. നേവിയുടെ ഡൈവിംഗ് ടീമുമായി ഒരു ആലോചന നടത്തിയിരുന്നു എത്തിച്ചേരണമെന്ന്. അവരിപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്, ഏതാനും മിനിറ്റുകൾക്കകം സമ്മതിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കൊച്ചിയിൽ നിന്നാണ് നേവിയുടെ ടീമുള്ളത്. അവരിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കും. അവർ തിരിച്ചാൽ വൈകുന്നേരത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേർന്നാൽ അതിനുള്ളിൽ ആ പ്രവർത്തനങ്ങൾ തന്നെ ആരംഭിക്കും. സ്കൂബിയുടെ ടീം നേവിയുടെ ടീം കൂടി എത്തിച്ചേരുന്ന ഒരു സൗകര്യം ഇപ്പോൾ നമുക്കുണ്ടാകും. ഇതിന് പുറമെ പിറകിൽ നിന്നായി ഈ 117 മീറ്ററിൻ്റെ പിറകിൽ നിന്നായി ഇറിഗേഷൻ്റെ വളരെ ശക്തിയായി ഉപയോഗിക്കാവുന്ന ഒരു ഹൈ പവർ വാട്ടർ ജെറ്റ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 2 പ്രശ്നമാണ് അതിനുള്ളത്. ഒന്ന്, വല്ലാതെ മാലിന്യം വർഷങ്ങളായിട്ടുള്ളത് അടിഞ്ഞുകൂടി പലയിടത്തും ഈ ഡൈവിംഗ് ടീമിന് തന്നെ പോകാൻ കഴിയുന്ന വിധത്തിലുള്ള വാട്ടർ ലെവലില്ല പല സ്ഥലത്തും. എന്ന് മാത്രമല്ല, ഇങ്ങനെ തുടർച്ചയായി കഠിനമായ രൂപത്തിൽ നിൽക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഏതാണ്ട് ഒരു ഖരമാലിന്യം പോലെ കട്ടുപിടിച്ചു കൂടിയതിൻ്റെ ഒരു പ്രയാസമുണ്ട്. അപ്പോൾ ഇറിഗേഷൻ്റെ ഹൈ പവർ ജെറ്റ് വാട്ടർ പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പുറകുവശത്ത് ഇതിൻ്റെ മാലിന്യം അളക്കാൻ വേണ്ടി മാത്രമല്ല ആർട്ടിഫിഷ്യലായി വാട്ടറിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. ഈ സ്കൂബി ടീമിനും ഇനിയിപ്പോൾ വരാൻ പോകുന്ന നേവിയുടെ ടീമിനുമൊക്കെ നല്ല ആഴത്തിലുള്ള പരിശോധന ആവശ്യമാണെങ്കിൽ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ വെള്ളത്തിൻ്റെ കൃത്രിമമായിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള വെള്ളത്തിൻ്റെ വാട്ടർ ലെവലിൻ്റെ ഒരു വർധനവ് ആവശ്യമായി വേണ്ടി വരും. ആ വിധത്തിലുള്ള ശ്രമവും നടത്തുന്നുണ്ട്. മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വിഭാഗത്തെയും കോർഡിനേറ്റ് ചെയ്ത് നടത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാവിലെ എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. അവിടെ ബന്ധപ്പെട്ട MLAയും മേയറും രാവിലെ ഉണ്ടായിരുന്നു. കളക്ടർ പൂർണ്ണമായും അവിടെ കേന്ദ്രീകരിച്ച രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ വകുപ്പുകളുടെയും ഏറ്റവും ശാസ്ത്രീയവും ഏറ്റവും ആധുനിക കാലത്ത് ഇപ്പോൾ ജെൻ റോബോട്ടിക്കൊക്കെ ഇന്നലെ വൈകുന്നേരം മുതൽ ഒരു പ്രൈവറ്റ് ടീമിൻ്റെ തന്നെ പുതിയ സംരംഭകത്വരുമായി ബന്ധപ്പെട്ട ടീമിൻ്റെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ വെർഷനാണ് ഇന്ന് രാവിലെ ഉപയോഗിച്ചിട്ടുള്ള നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള റോവറിൻ്റെ കൂടി പ്രവർത്തനം. ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എല്ലാവരുടെയും സഹകരണങ്ങളുണ്ട്. നല്ലതുപോലെ ആ കാര്യത്തിൽ വേഗതയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ഇപ്പോൾ ഒരു ആശയവിനിമയം നടത്തിയിരുന്നു. ഇടവിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നേവി ടീം കൂടി വരുന്നതോടുകൂടി നമുക്കവിടെ സാധ്യമാകുന്ന എല്ലാ വിധത്തിലുള്ള കോർഡിനേഷനും നമുക്ക് സാധ്യമാകും എന്നുള്ള ധാരണയാണ് ഇപ്പോൾ ഉള്ളത്. പല രീതിയിലാണ് കനാലിന്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 2 സൈഡിൽ നിന്നുള്ള പരിശോധനയിലേക്ക് വന്നിരിക്കുകയാണ്. അതെ, ഇപ്പോൾ നേരത്തെ മുന്നിൽ നിന്നെടുത്ത് തുടർന്ന് അങ്ങോട്ട് പോകുന്നത് ഇനി അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബ്ലോക്കായി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്താനുള്ള പ്രയാസം ഉണ്ടാകുമോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഹൈ പവർ ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള റോവറുകളുടെ കൂടി പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പുറകിൽ നിന്ന് അത് ആരംഭിക്കാമെന്ന് തീരുമാനിച്ചത്. 3 കാര്യങ്ങളാണ് പുറകിൽ നിന്ന് ആരംഭിക്കുമ്പോൾ നമുക്ക് ലഭ്യമാവുക. ഒന്ന്, ബാക്കിൽ നിന്നുള്ള 2 സ്കൂബി ടീമുകൾ അങ്ങോട്ട് കയറാൻ പറ്റും. 2, ഇറിഗേഷനുമായി ബന്ധപ്പെട്ട ഈ ഹൈ സ്പീഡ് ജെറ്റ് പമ്പുകൾ ഉപയോഗിച്ച്
കുറച്ച് മാലിന്യങ്ങളെ ഒന്ന് മാറ്റി അങ്ങോട്ട് കിടക്കാൻ പറ്റും. പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 117 മീറ്റർ ലെങ്ത് ഉണ്ടെങ്കിലും തുടക്കത്തിൽ 4.25 മീറ്ററിലേക്ക് തുടങ്ങുന്നു. പിന്നെ പല ചെറുവഴികളായി കനാല് ഇങ്ങനെ മാറിപ്പോകുന്നു. ഇങ്ങനെയുള്ള സങ്കീർണമായ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാട്ടർ ലെവൽ കൂട്ടിയാൽ ആളുകൾക്ക് ഈ ഡൈവിംഗ് ടീമിന് പോയി സുരക്ഷിതമായി തിരിച്ചു വരാൻ, ആദ്യത്തെ തന്നെ ഒരു 40 മീറ്റർ പോയപ്പോൾ നമ്മൾ കണ്ടൊരു പ്രശ്നം വാട്ടർ ലെവൽ വേണ്ടത്ര ഇല്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യലായി അങ്ങനെ ഒരു അധികമായി വെള്ളം ഉപയോഗിച്ചത് ഉയർത്താൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗതയിൽ അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവരുടെ കൂടി ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. പ്രതീക്ഷയുള്ള ചോദ്യം, ഈ വാട്ടർ ലെവൽ ടണലിലേക്ക് ഉയർത്തുമ്പോൾ സ്വാഭാവികമായും ജീവന് ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം അത് ഏറ്റവും ശാസ്ത്രീയമായ ആളുകൾ, നമ്മളിപ്പോൾ ജനപ്രതിനിധികളോ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ അല്ല അത് ചെയ്യേണ്ടത്. ഏറ്റവും ശാസ്ത്രീയമായി അവിടെ ചെയ്യാൻ പറ്റുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളോടും നേരിട്ട് ആലോചിച്ച് കളക്ടർ തന്നെ കോർഡിനേറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ കളക്ടർ തന്നെ പ്രധാനമായും പൂർണ്ണസമയം അവിടെ കേന്ദ്രീകരിച്ച് ആ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ ഒരു വിവരമാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അല്ല, ഓരോ ഘട്ടം കഴിയുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടൊരു ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ കൂടുതൽ ആശയങ്ങൾ വരിക, അല്ലെങ്കിൽ കൂടുതൽ ആവശ്യകത വരിക. ഇതൊന്നും അടുത്ത കാലത്തൊന്നും ഈ 117 മീറ്റർ വിജിൻ, സജയൻ, സന്തോഷ്, രഞ്ജിത്ത് എന്നിവരാണ് ആ മാൻഹോളിലേക്ക് ഇറങ്ങിയ സ്കൂബ ടീം അംഗങ്ങൾ. നമ്മൾ നേരത്തെ കാണുന്നുണ്ടായിരുന്നു. അവർ എന്ന് പറഞ്ഞാൽ അവിടെ ആ സ്ഥലം അറിയുന്നവർക്കറിയാം, അവിടെ അടുത്ത് മൂക്കോത്താൻ നിൽക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അവിടെയാണ് ഈ പാവങ്ങൾ അവിടെ ഇറങ്ങുന്നത്. ഒരു മനുഷ്യജീവൻ്റെ തെരച്ചിൽ, ഇപ്പം ഇനി അവരുടെ ജോലിയാണ് എന്ന് എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യജീവൻ്റെ തെരച്ചിലിൻ്റെ ഭാഗമായി അവർ അതിൽ തന്നെ ഇന്നലെ മുതൽ അവർ അതിനുള്ളിൽ തന്നെ കിടപ്പാണ്. അഴുകിയ അഴുക്കിലും വെള്ളത്തിലും പകഞ്ഞു മാറ്റിക്കൊണ്ട് ജീവൻ്റെ തുടിപ്പുണ്ടോ എന്ന് നോക്കുകയാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, ആ സ്കൂബ ടീം അംഗങ്ങൾ. അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത് ജോയി എന്തെങ്കിലും സൂചന കിട്ടുക എന്നുള്ളതാണ്. ആ ക്യാമറ, റോബോട്ടിക് ക്യാമറയിൽ കണ്ട അത് ശരീരഭാഗമല്ല, അത് വേസ്റ്റ് മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട് സ്ക്യൂബ ടീം.